ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു RPFSI GK സീരീസ് പാർട്ട് 3. ഇത് നമ്മൾ 2024 ഡിസംബർ 2 നടന്നിട്ടുള്ള തേർഡ് ഷിഫ്റ്റിലെ GK ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് യൂണിക് റോൾ ഡസ് ദ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ദാറ്റ് ഇസ് SIDBI പ്ലേസ് ഇൻ ദ ഗ്രോത്ത് ഓഫ് SMEs? അതായത് SMEസിൻ്റെ ഗ്രോത്തിൽ, സ്മോൾ ആൻഡ് മൈക്രോ എൻ്റർപ്രൈസസിൻ്റെ ഗ്രോത്തിൽ SIDBI വഹിക്കുന്ന പങ്ക് എന്താണ്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഫോർത്ത് ഓപ്ഷനാണ്, ഫെസിലിറ്റേറ്റിംഗ് ആക്സസ് ടു ഫിനാൻസ് ഫോർ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന് വേണ്ടിയിട്ടുള്ള ഫിനാൻസ് ആക്സസ് ചെയ്യാൻ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആരാണ്? SIDBI ആണ്. ഇനി SIDBIനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ SIDBI സ്റ്റാർട്ട് ചെയ്യുന്നത് 1990 ഏപ്രിൽ 2 അതുപോലെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ലക്നൗ, ഉത്തർപ്രദേശ്. Then it is the apex regulatory body of micro, small and medium enterprises finance companies in India. MSMEയുടെ അപ്പെക്സ് റെഗുലേറ്ററി ബോഡിയാണ് ഇത് SIDBI എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദി ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ്? ഇതിൽ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് എന്ന് പറയുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഇറ്റ് ഈസ് ദി സേവിങ്സ് പെർ യൂണിറ്റ് ഓഫ് ഇൻകം. സേവിങ്സ് പെർ യൂണിറ്റ് ഓഫ് ഇൻകം ആണ് ഇത് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ്. ഇതുപോലെ വരുന്നൊരു ടേം ആണ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. അതായത് ഇറ്റ് ഈസ് ദ കൺസംഷൻ പെർ യൂണിറ്റ് ഓഫ് ഇൻകം. കൺസംഷൻ പെർ യൂണിറ്റ് ഓഫ് ഇൻകം ആണെങ്കിൽ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമും, സേവിങ്സ് പെർ യൂണിറ്റ് ഓഫ് ഇൻകം ആണെങ്കിൽ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവും ആണ്. ഇത് NCERTയിലുള്ള ഒരു ബോക്സിലുള്ള ടേംസ് ആണ്. സെയിം സെൻറ്റൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. എർത്ത്സ് മാഗ്നറ്റിസം ഈസ് കോസ്ഡ് ബൈ ദി ഡാഷ്. എർത്തിൻ്റെ മാഗ്നറ്റിസം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ആൻസർ വരുന്നത് ഡൈനാമോ എഫക്റ്റ് ആണ്. ഈ ഡൈനാമോ എഫക്റ്റ് എന്ന് പറയുന്നത് ഫാരഡേസിൻ്റെ ലോ ആയിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഒരു ഡയറക്റ്റ് അപ്ലിക്കേഷനാണ്. ഇതിൽ പറയുന്നത് ഡൈനാമോ എഫക്റ്റ് എക്സ്പ്ലെയിൻസ് എർത്ത് മാഗ്നറ്റിസം കോസ്ഡ് ബൈ ദ മൂവ്മെൻറ്റ് ഓഫ് മോൾട്ടൺ അയോൺ ആൻഡ് നിക്കൽ ഇൻ ദ ഔട്ടർ കോർ ജനറേറ്റിംഗ് ഇലക്ട്രിക് കറണ്ട് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് നമ്മുടെ എർത്തിൻ്റെ ഇന്നർ കോറ് സോളിഡും ഔട്ടർ കോറ് ലിക്വിഡുമാണ്. ലിക്വിഡ് എന്ന് പറയുമ്പോൾ മോൾട്ടൺ അയോൺ ആണ്. അതിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? ഇലക്ട്രിക് കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവുന്നത്. ആൻഡ് ഇറ്റ് പ്രൊട്ടക്ട് എർത്ത് ഫ്രം ഹാംഫുൾ സോളാർ വിൻഡ് ആൻഡ് കോസ്മിക് റേസ് ആക്ടിങ് ആസ് എ മാഗ്നറ്റിക് ഷീൽഡ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ എർത്തിനെ സണ്ണിൽ നിന്ന് വരുന്ന ഹാംഫുൾ ആയിട്ടുള്ള സോളാർ വിൻഡിന്നും കോസ്മിക് റേസിൽ നിന്നൊക്കെ ഒരു ഷീൽഡ് പോലെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. With the objective of developing a vibrant semiconductor ecosystem, in September 2024, the Union Cabinet approved the proposal of Keynes Semicon Private Limited to set up a semiconductor unit in which of the following places? ഇതൊരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. അതായത് 2024 സെപ്റ്റംബറിൽ എവിടെയാണ് യൂണിയൻ ക്യാബിനറ്റ് സെമി കണ്ടക്ടർ യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് കീനസ് സെമിക്കോൺ പ്രൈവറ്റ് ലിമിറ്റഡിന് അപ്രൂവ് നൽകിയിട്ടുള്ളത്? ഇതിൻ്റെ ആൻസർ വരുന്നത് സനന്ത്, ഗുജറാത്തിലാണ്. ഇനി നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ്സസ് ഡു പ്ലാന്റ്സ് റിലീസ് വാട്ടർ ഫ്രം ദ സ്ട്രക്ചർ കോൾഡ് ഹൈഡാത്തോഡ്സ് ഓൺ ദ എഡ്ജ് ഓർ മാർജിൻസ് ഓഫ് ലീവ്സ്? അതായത് ലീവ്സിൻ്റെ എഡ്ജിലോ മാർജിൻസിലൊക്കെ കാണുന്ന ഹൈഡാത്തോഡ്സിലൂടെ വാട്ടർ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? ആൻസർ വരുന്നത് ഗട്ടേഷൻ ആണ്. ഈ ഹൈഡാത്തോഡ്സ് എന്ന് പറയുന്നത് ഒരു ടൈനി ഓപ്പണിങ്സ് ആണ്. സ്റ്റൊമാറ്റോ പോലെയുള്ള ഒരു ടൈനി ഓപ്പണിംഗ് ആണ്. പക്ഷേ ഇതിൽ എന്തില്ല? ഗാർഡ് സെൽസ് ഇല്ല. അതുപോലെ സ്റ്റൊമാറ്റയിൽ നടക്കുന്നത് ട്രാൻസ്പിറേഷൻ ആണ്. ഇവാപ്പറേഷൻ ഓഫ് വാട്ടർ വേപ്പർ ആണ് സ്റ്റൊമാറ്റയിൽ നടക്കുന്നത്. പക്ഷേ ഹൈഡാത്തോഡ്സിൽ നടക്കുന്നത് ഗട്ടേഷൻ ആണ്. ഗട്ടേഷൻ എന്ന് പറയുമ്പം എക്സ്ക്രീഷൻ ഓഫ് വാട്ടർ ആസ് എ ലിക്വിഡ്, അതായത് എക്സ്ട്രാ വരുന്ന വാട്ടറിനെ ഒഴിവാക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? ഗട്ടേഷൻ. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലേസസ് വാസ് ദ പ്രാർത്ഥന സമാജ് സെറ്റപ്പ്? പ്രാർത്ഥന സമാജ് എവിടെയാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്? ആൻസർ വരുന്നത് ബോംബെ ആണ്. 1867 മാർച്ച് 31 പ്രാർത്ഥന സമാജ് വരുന്നത്. ആരാണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്? ആത്മാറാം പാണ്ഡുരംഗാണ്. അതുപോലെ പ്രാർത്ഥന സമാജിൻ്റെ സാൻസ്ക്രിറ്റ് നെയിമാണ് പ്രെയർ സൊസൈറ്റി. ഇനി നമുക്ക് സെവൻത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ക്രിസ്റ്റലീന ജോർജീവ ഹാസ് ബീൻ റീ അപ്പോയിൻറ്റഡ് ആസ് ദ MD ഓഫ് വിച്ച് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ എ സെക്കൻഡ് 5-year ടേം സ്റ്റാർട്ടിംഗ് ഫ്രം 1 October 2024? അതായത് ഏത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ MD ആയിട്ടാണ് ക്രിസ്റ്റലീന ജോർജീവനെ സെക്കൻഡ് 5-year ടേമിലേക്ക് റീ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്? ആൻസർ വരുന്നത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണ്. അതായത് IMFൻ്റെ MD ആണ് ആര്? ക്രിസ്റ്റലീന ജോർജീവ. ഇനി IMFൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് വാഷിംഗ്ടൺ DC ആണ്. ഫോം ചെയ്യുന്നത് 1944 ജൂലൈ 22 അതുപോലെ ഇതിൽ മെമ്പർ ആയിട്ടുള്ളത് 191 കൺട്രീസ് ആണ്. ഇനി നമുക്ക് എയ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കമ്പോണൻറ്റ് ഓഫ് പ്രൈവറ്റൈസേഷൻ? ഇതിൽ ഏതാണ് പ്രൈവറ്റൈസേഷൻ്റെ കമ്പോണൻ്റ് അല്ലാത്തത്? ആൻസർ വരുന്നത് പബ്ലിക് മാനേജ്മെൻ്റ് ആണ്. അതായത് പ്രൈവറ്റൈസേഷനിൽ ഒരിക്കലും പബ്ലിക് മാനേജ്മെൻറ്റ് വരില്ല. നമുക്ക് 9th ക്വസ്റ്റ്യൻ നോക്കാം. ഫോർട്ട് വില്യം കോളേജ് വാസ് ഫൗണ്ടഡ് ബൈ ഡാഷ് ടു ട്രെയിൻ ദ യങ് ബ്രിട്ടീഷ് റിക്രൂട്ട്സ് ടു സിവിൽ സർവീസ് ഇൻ ഇന്ത്യ. അതായത് സിവിൽ സർവീസസിന് ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്
ഫോർട്ട് വില്യം കോളേജ് ഫൗണ്ട് ചെയ്തത് ആരാണ്? ആൻസർ വരുന്നത് ലോർഡ് വെല്ലസ്ലി ആണ്. ലോർഡ് വെല്ലസ്ലി ആണ് 1798 സബ്സിഡറി അലയൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അതുപോലെ 1800 ഫോർട്ട് വില്യം കോളേജ് കൽക്കട്ടയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും. ഇനി നമുക്ക് 10th ക്വസ്റ്റ്യൻ നോക്കാം. പാല റൂളർ വർ പ്രൈമർലി ഗെറ്റ് പാറ്റേൺസ് ഓഫ് വിച്ച് റിലീജിയൻ ഓർ സെക്ട്? അതായത് പാല റൂളേഴ്സ് ഏത് റിലീജിയൻ ആയിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്? ആൻസർ വരുന്നത് ബുദ്ധിസം ആണ്. ഇനി പാല ഡൈനസ്റ്റി കുറിച്ച് നോക്കുകയാണെങ്കിൽ പാല ഡൈനസ്റ്റി ഫൗണ്ട് ചെയ്യുന്നത് ഗോപാലയാണ് ഇൻ 750 CE. അതുപോലെ അതിലുള്ള ധർമ്മപാലയാണ് വിക്രമശില യൂണിവേഴ്സിറ്റി ഫൗണ്ട് ചെയ്യുന്നത്. അതുപോലെ ഈ പാല ഡൈനസ്റ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രഗിൾ ആയിരുന്നു ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ. അതെന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ 3 kingdoms, ദ ഗുർജര പ്രതിഹാര, ദ പാല ആൻഡ് രാഷ്ട്രകൂട ഫോർ കൺട്രോൾ ഓഫ് കണ്ണൌജ് ഡ്യൂറിംഗ് 8th to 10th century CE ഇൻ ഏർലി മിഡീവൽ ഇന്ത്യ. അതായത് കണ്ണൌജിന് വേണ്ടിയിട്ട് വെസ്റ്റിൽ നിന്ന് ഗുർജര പ്രതിഹാരാസും ഈസ്റ്റിൽ നിന്ന് പാലാസും സൗത്തിലുണ്ടായിരുന്ന രാഷ്ട്രകൂടാസും തമ്മിലുള്ള ഒരു സ്ട്രഗിൾ ആയിരുന്നു എന്ത്? ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ. ഇത് നടക്കുന്നത് 8th to 10th century CE. ഇനി നമുക്ക് 11th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സബ് സ്കീം അണ്ടർ പൃഥ്വി സ്കീം ഓഫ് മിനിസ്ട്രി ഓഫ് എർത്ത് ആൻഡ് സയൻസ്? അതായത് ഇതിൽ ഏതാണ് പൃഥ്വി സ്കീമിൻ്റെ അണ്ടറിൽ വരാത്ത സബ് സ്കീം? ആൻസർ വരുന്നത് ഓഷ്യൻ മോഡലിംഗ് അജണ്ടയാണ്, അതായത് ഒമേഗ. അത് പൃഥ്വിൻ്റെ അണ്ടറിലുള്ളൊരു സ്കീമല്ല. ആക്ച്വലി ഈ പൃഥ്വി എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 5 സബ് സ്കീമിനെ എല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ളൊരു സ്കീമാണ്. ഇതിലുള്ള 5 സ്കീം ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് എക്രോസ് എന്ന് പറയുമ്പം അറ്റ്മോസ്ഫിയർ ആൻഡ് ക്ലൈമറ്റ് റിസർച്ച്, മോഡലിംഗ്, ഒബ്സർവിംഗ് സിസ്റ്റം ആൻഡ് സർവീസസ്. ദെൻ രണ്ടാമത് വരുന്നത് പേസർ എന്ന് പറഞ്ഞാൽ പോളാർ സയൻസ് ആൻഡ് ക്രയോസ്ഫിയർ റിസർച്ച് ആണ്. ദെൻ സേജ് എന്ന് പറഞ്ഞാൽ സിസ്മോളജി ആൻഡ് ജിയോ സയൻസ്. ദെൻ ഓസ്മാർട്ട് എന്ന് പറയുമ്പം ഓഷ്യൻ സർവീസ്, മോഡലിംഗ്, അപ്ലിക്കേഷൻ, റിസോഴ്സ് ആൻഡ് ടെക്നോളജി. ദെൻ 5th വരുന്നത് റീച്ച് ഔട്ട് ആണ്, റിസർച്ച്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഔട്ട്റീച്ച്. ഈ 5 സബ് സ്കീംസ് ആണ് പൃഥ്വി സ്കീമിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇനി നമുക്ക് 12th ക്വസ്റ്റ്യൻ നോക്കാം. ദ UN ട്രേഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ദ ഗവൺമെൻറ് ഓഫ് ബാർബഡോസ് ഓർഗനൈസ് ദ ഫസ്റ്റ് ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഫോറം ഇൻ ബാർബഡോസ് ഇൻ വിച്ച് മന്ത് ഇൻ 2024? ഇതൊരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. അതായത് 2024 ഏത് മന്തിലാണ് ബാർബഡോസ് വെച്ച് നടന്നിട്ടുള്ള UN ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റും ഗവൺമെൻറ് ഓഫ് ബാർബഡോസും കൂടി ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഫോറം നടന്നിട്ടുള്ളത്? ആൻസർ വരുന്നത് മെയ് ആണ്. 2024 മെയ്യിലാണ് ഇത് നടക്കുന്നത്. ഫസ്റ്റ് ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഫോറം ബാർബഡോസിൽ വെച്ച് നടക്കുന്നത്. ഇനി നമുക്ക് 13th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഡിസ്ട്രിക്ട് ജുഡീഷ്യറി ഓഫ് ഇന്ത്യ? ഏത് പാർട്ടിലാണ് ഡിസ്ട്രിക്ട് ജുഡീഷ്യറിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്? ആൻസർ വരുന്നത് പാർട്ട് 6 ആണ്. ഈ പാർട്ട് 6 വരുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കുറിച്ചിട്ടാണ്. ആർട്ടിക്കിൾ 152 മുതൽ 237 വരെയാണ് പാർട്ട് 6 ആർട്ടിക്കിൾ 152 ജനറൽ. ദെൻ ആർട്ടിക്കിൾ 153 മുതൽ 167 വരെ ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 168 മുതൽ 212 വരെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെ കുറിച്ചിട്ട്. ദെൻ ആർട്ടിക്കിൾ 230 ലെജിസ്ലേറ്റീവ് പവർ ഓഫ് ഗവർണർ. ദെൻ ആർട്ടിക്കിൾ 240 മുതൽ 232 വരെ പറയുന്നത് ഹൈക്കോർട്ടിനെ കുറിച്ചിട്ടാണ്. സബോർഡിനേറ്റ് കോർട്ടിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾസ് ആണ് 233 മുതൽ 237. അതിലാണ് നമ്മുടെ ഡിസ്ട്രിക്ട് കോർട്ട് വരുന്നത്. ഇനി ഓപ്ഷൻസിലുള്ള പാർട്ട് 3 പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റിനെ കുറിച്ചിട്ടാണ്. ദെൻ പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ദെൻ പാർട്ട് 4A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ദെൻ പാർട്ട് 5 പറയുന്നത് ദ യൂണിയൻ. ആർട്ടിക്കിൾ 52 മുതൽ 151 വരെയാണ് പാർട്ട് 5 ഇനി 14th ക്വസ്റ്റ്യൻ. ഹൂ അമംഗ് ദ ഫോളോയിങ് വാസ് അവാർഡഡ് വിത്ത് ദി പ്രസ്റ്റീജിയസ് ഇന്റർനാഷണൽ ആസ്ട്രോനോട്ടിക്കൽ ഫെഡറേഷൻ വേൾഡ് സ്പേസ് അവാർഡ് ഇൻ ഒക്ടോബർ 2024? ഒക്ടോബർ 2024 ആർക്കാണ് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ആസ്ട്രോനോട്ടിക്കൽ ഫെഡറേഷൻ വേൾഡ് സ്പേസ് അവാർഡ് കിട്ടിയിട്ടുള്ളത്? ആൻസർ വരുന്നത് എസ് സോമനാഥനാണ്. എസ് സോമനാഥൻ എന്ന് പറയുന്നത് നമ്മുടെ ISROയുടെ 10th ചെയർമാൻ ആയിരുന്നു. 2022 മുതൽ 2025 വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളത് വി നാരായണനാണ് ഇപ്പോഴത്തെ നമ്മുടെ ISRO ചെയർമാൻ. ഇനി നമുക്ക് 15th ക്വസ്റ്റ്യൻ നോക്കാം. പ്രൊവിഷൻസ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആർ അണ്ടർ ഡാഷ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി വരുന്ന ആർട്ടിക്കിൾസ് ഏതാണ്? ആൻസർ വരുന്നത് ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ്. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നമ്മൾ കടമെടുത്തിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അയർലാൻഡ് എന്നാണ്. അതുപോലെ ഇത് നോൺ ജസ്റ്റിഷ്യബിളും ആണ്. ഇനി 16th ക്വസ്റ്റ്യൻ നോക്കാം. മുഹമ്മദ് ഗവാൻ വാസ് ഗ്രാൻറ്റഡ് ദ ടൈറ്റിൽ ഓഫ് ചീഫ് ഓഫ് മെർച്ചൻറ്റ് ഓർ മാലിക് ഉദ് തുജാർ ബൈ ഡാഷ്? അതായത് മുഹമ്മദ് ഗവാന് ആരാണ് ചീഫ് ഓഫ്
മെർച്ചൻറ്റ് അല്ലെങ്കിൽ മാലിക് ഉത് തുജാർ എന്നുള്ള ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്? ആൻസർ വരുന്നത് ഹുമയൂൺ ഷാ ആണ്. ഹുമയൂൺ ഷാ ബാഹ്മനി കിങ്ഡത്തിലൊരു സുൽത്താനായിരുന്നു ഹുമയൂൺ ഷാ. അതുപോലെ മുഹമ്മദ് ഗവാൻ എന്ന് പറയുന്നത് ബാഹ്മനി സുൽത്താനേറ്റിലെ പ്രൈം മിനിസ്റ്ററായിട്ട് ഒരുപാട് റൂളേഴ്സിൻ്റെ അണ്ടറിൽ സെർവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇനി ഈ ബാഹ്മനി കിങ്ഡം ഫൗണ്ട് ചെയ്തത് അലാവുദ്ദീൻ ബാഹ്മൻ ഷാ ആണ്, അല്ലെങ്കിൽ ഹസൻ ഗംഗു. ബാഹ്മനി കിങ്ഡത്തിൻ്റെ പീരീഡ് ടൈം എന്ന് പറയുന്നത് 3047 മുതൽ 5027 വരെയാണ്. ഇനി നമുക്ക് 17th ക്വസ്റ്റ്യൻ നോക്കാം. ഹു അമംഗ് ദ ഫോളോയിങ് അനൗൺസ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് 2 national centers of excellence exclusively for women on the occasion of International Women's Day on 8th March 2024? അതായത് വുമൻസ് ഡേ അന്ന് വുമൻസിന് വേണ്ടി മാത്രം 2 നാഷണൽ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അനൗൺസ് ചെയ്തത് ആരാണ്? ആൻസർ വരുന്നത് നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ ആയിരുന്ന അനുരാഗ് താക്കൂർ ആണ്. ഇപ്പോഴത്തെ സ്പോർട്സ് മിനിസ്റ്റർ ആരാണ്? മൻസുഖ് മാണ്ഡവ്യ ആണ്. 2024 ജൂൺ മുതൽ മൻസുഖ് മാണ്ഡവ്യ ആണ് സെർവിങ് ആസ് എ മിനിസ്റ്റർ ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റും മിനിസ്റ്റർ ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സും ആരാണ്? മൻസുഖ് മാണ്ഡവ്യ ആണ്. ഇനി 18th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് ഇൻ റിലേഷൻ ടു ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം? ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള റിലേഷൻ ഏതാണ്? ആൻസർ വരുന്നത് പ്രസിഡൻഷ്യൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ആണ്. അമേരിക്കയിലൊക്കെ ഉള്ള പോലെ പ്രസിഡൻഷ്യൽ സിസ്റ്റം അല്ല നമ്മുടെ ഇന്ത്യയിലുള്ളത്. ഇനി 19th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയർ ഈസ് കോൾഡ് ദി ഗ്രേറ്റ് ഡിവൈഡ് ഇയർ ബിക്കോസ് ഓഫ് ദി ഓൾ ടൈം ലോ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ? ഏത് ഇയർ ആണ് ഗ്രേറ്റ് ഡിവൈഡ് ഇയർ ആയിട്ട് പറയുന്നത്? ആൻസർ വരുന്നത് 1921 ആണ്. അതായത് 1921 മുന്നേ ഇന്ത്യയിലെ പോപ്പുലേഷൻ ഗ്രോത്ത് അൺസ്റ്റേബിൾ ആയിരുന്നു. കാരണം ദാരിദ്ര്യം, ഒരുപാട് രോഗങ്ങളൊക്കെ കാരണം പോപ്പുലേഷൻ കൂടിയും കുറഞ്ഞൊക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ 1921 ശേഷമാണ് ഇന്ത്യയിൽ നല്ലൊരു സ്റ്റഡി ആൻഡ് കണ്ടിന്യൂസ് പോപ്പുലേഷൻ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് 1921 ആണ് എന്തായിട്ട് കണക്കാക്കുന്നത്? ഗ്രേറ്റ് ഡിവൈഡ് ഇയർ ആയിട്ട് കണക്കാക്കുന്നത്. ഇനി 20th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദി ഒബ്ജക്റ്റീവ് ഓഫ് ദ സേതു ഭാരതം പ്രൊജക്ട് അൺവീൽഡ് ബൈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഓൺ 4th March 2016? അതായത് 2016 മോദി ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ള സേതു ഭാരതം പ്രൊജക്റ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ആൻസർ വരുന്നത് ടു റിമൂവ് റെയിൽ ക്രോസിംഗ് ഫ്രം ഓൾ നാഷണൽ ഹൈവേ. അതായത് എല്ലാ നാഷണൽ ഹൈവേന്നും റെയിൽ ക്രോസിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയായിരുന്നു ഇത് സേതു ഭാരതം പ്രൊജക്റ്റ്. ഇനി 21st ക്വസ്റ്റ്യൻ. വെൻ വാസ് ദ സാധാരൺ ബ്രഹ്മസമാജ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ? ബ്രിട്ടീഷ് ഇന്ത്യയിൽ സാധാരൺ ബ്രഹ്മസമാജ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏത് കൊല്ലാണ്? ആൻസർ വരുന്നത് 1878 അതായത് നമ്മുടെ രാജാറാം മോഹൻ റോയ് 1828 ബ്രഹ്മസമാജ് ഫൗണ്ട് ചെയ്തു. അതിനുശേഷം 1866 1866 ബ്രഹ്മസമാജോ രണ്ടായിട്ട് സ്പ്ലിറ്റായി. ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യയും ആദി ബ്രഹ്മസമാജുമായിട്ട്. ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യയുടെ ഫൗണ്ടർ കേശബ് ചന്ദ്ര സെന്നും ആദി ബ്രഹ്മസമാജയുടെ ഫൗണ്ടർ ദേവേന്ദ്രനാഥ് ടാഗോറും ആയിരുന്നു. അതിനുശേഷം 1878 കേശബ് ചന്ദ്ര സെന്നിൻ്റെ ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യയിൽ സ്പ്ലിറ്റായിട്ടുണ്ടായതാണ് സാധാരൺ ബ്രഹ്മസമാജ്. ഇതിൻ്റെ ഫൗണ്ടേഴ്സാണ് ആനന്ദ മോഹൻ ബോസും ശിവനാഥ് ശാസ്ത്രിയും അഘോർനാഥ് ഗുപ്തയും. അപ്പോൾ സാധാരൺ ബ്രഹ്മസമാജ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏത് കൊല്ലാണ്? 1878. ഇനി 22nd ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഇയർ ഡിഡ് ഇന്ത്യ അച്ചീവ് എ മൈൽ സ്റ്റോൺ ഇൻ DRDO കണ്ടക്റ്റഡ് എ സക്സസ്ഫുൾ ഫ്ലൈറ്റ് ടെസ്റ്റ് ഓഫ് ഇൻഡിജീനിയസ് ടെക്നോളജി ക്രൂയിസ് മിസൈൽ? അതായത് ഏത് കൊല്ലാണ് DRDOയുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻഡിജീനിയസ് ടെക്നോളജി ക്രൂയിസ് മിസൈലിൻ്റെ ഫ്ലൈറ്റ് ടെസ്റ്റ് നടന്നത്? ആൻസർ വരുന്നത് 2024 ഒഡീഷയിലെ ചാന്ദിപൂർ കോസ്റ്റിൽ വെച്ചിട്ടാണ് April 18 ഇത് നടക്കുന്നത്. ഇനി 23rd ക്വസ്റ്റ്യൻ. ആസ് പെർ അനൗൺസ്മെൻറ്റ് മെയ്ഡ് ബൈ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഓൺ 2nd October 2024, വിച്ച് സിറ്റി വിൽ ഹോസ്റ്റ് ദ ഫൈനൽ റൗണ്ട്സ് ഓഫ് 78th നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫോർ ദി സന്തോഷ് ട്രോഫി? അതായത് 78th സന്തോഷ് ട്രോഫിയുടെ ഫൈനൽ റൗണ്ട് ഹോസ്റ്റ് ചെയ്യുന്ന സിറ്റി ഏതാണ്? ആൻസർ വരുന്നത് ഹൈദരാബാദാണ്. ഈ സന്തോഷ് ട്രോഫി സ്റ്റാർട്ട് ചെയ്യുന്നത് 1941 അതുപോലെ 2023 to 24 വിന്നറായിട്ടുള്ളത് സർവീസസും റണ്ണറപ്പ് ഗോവയാണ്. 2024-25 വിന്നറായിട്ടുള്ളത് വെസ്റ്റ് ബംഗാളും റണ്ണറപ്പ് ആയിട്ടുള്ളത് കേരളയുമാണ്. ഇനി 24th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ വിത്ത് എക്സ്റ്റെൻറ്റ് ഓഫ് എക്സിക്യൂട്ടീവ് പവർ ഓഫ് യൂണിയൻ? ഏത് ആർട്ടിക്കിളാണ് എക്സ്റ്റെൻറ്റ് ഓഫ് എക്സിക്യൂട്ടീവ് പവർ ഓഫ് യൂണിയനെ കുറിച്ചിട്ട് പറയുന്നത്? ആൻസർ വരുന്നത് ആർട്ടിക്കിൾ 73. ഇനി ഓപ്ഷൻസിലുള്ള ആർട്ടിക്കിൾ 61 എന്താണെന്ന് വെച്ചാൽ പ്രൊസീജിയർ ഫോർ ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡൻറ്റ്. പ്രസിഡൻറ്റിനെ ആ പദവിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള പ്രൊസീജിയറാണ് ആർട്ടിക്കിൾ 61.
Then Article 17, discharge of President's function in other contingencies. Then Article 78, duties of Prime Minister as respect the furnishing of information to the President. ഇനി 25th question. From which coast India successfully carried out the test launch of tactical ballistic missile Prithvi-2 on 10th January 2023? അതായത് ഏത് കോസ്റ്റിൽ വെച്ചിട്ടാണ് Prithvi-2 സക്സസ്ഫുൾ ആയിട്ടുള്ള ടെസ്റ്റ് ലോഞ്ച് നടന്നിട്ടുള്ളത്? ആൻസർ വരുന്നത് ഒഡീഷയിലാണ്. ഇനി 26th question. Who among the following is credited as the originator of Kirana Gharana, a prominent lineage in Hindustani classical music? അതായത് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഘരാനയായിട്ടുള്ള കിരാന ഘരാനയുടെ ഫൗണ്ടർ ആരാണ്? ആൻസർ വരുന്നത് ഉസ്താദ് അബ്ദുൽ കരീം ഖാനാണ്. ഉസ്താദ് അബ്ദുൽ കരീമാണ് കിരാന ഘരാനയുടെ ഫൗണ്ടർ. കിരാന ഘരാനയിലുള്ള നോട്ടബിൾ സിംഗേഴ്സാണ് ഗംഗൂബായ് ഹങ്കൽ, ഭീംസേൻ ജോഷി, ദെൻ ഹീരാബായ് ബരോദേക്കർ ആൻഡ് പ്രഭ ആത്രെ. ഇനി നമുക്ക് 27th question നോക്കാം. ദി ഡാർക്ക് പാറ്റേൺസ് ബസ്റ്റർ ഹെക്കാത്തോൺസ് വാസ് ലോഞ്ച്ഡ് ബൈ ദി ഇന്ത്യ ഗവൺമെൻറ് ഇൻ October 2023 ടു ഡെവലപ്പ് ആപ്പ്, പ്ലഗിൻസ്, ആഡ്-ഓൺസ് എക്സെട്ര ടു ഐഡൻറ്റിഫൈ ഡാർക്ക് പാറ്റേൺസ് ഇൻ ഡാഷ്. അതായത് ഏത് പ്ലാറ്റ്ഫോമിൽ ഡാർക്ക് പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാർക്ക് പാറ്റേൺസ് ബസ്റ്റർ ഹെക്കാത്തോൺസ് ഇന്ത്യ ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്? ആൻസർ വരുന്നത് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ്. ഇതിൻ്റെ ഗോൾ എന്താണെന്ന് വെച്ചാൽ ടു റേസ് അവയർനെസ് അബൌട്ട് എത്തിക്കൽ ഡിസൈൻ ഇൻ ടെക്നോളജി, പ്രൊട്ടക്ട് യൂസർ റൈറ്റ് ആൻഡ് ഫോസ്റ്റർ എ കമ്മ്യൂണിറ്റി ഡെഡിക്കേറ്റഡ് ടു ട്രാൻസ്പാരൻറ്റ് ആൻഡ് യൂസർ ഫ്രണ്ട്ലി ഡിജിറ്റൽ. ഇനി 28th question. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കൺസിഡർഡ് ആസ് എ ടെക്നിക്കൽ അഗ്രേറിയൻ റിഫോം? ടെക്നിക്കൽ അഗ്രേറിയൻ റിഫോമിൽ വരാത്തത് ഏതാണ്? അഗ്രേറിയൻ റിഫോം എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ മേഖലയിൽ ഉണ്ടായിരുന്ന റിഫോംസിൽ. ആൻസർ വരുന്നത് അബോളിഷൻ ഓഫ് ഇൻ്റർമീഡിയറീസ് ആണ്. ഇൻ്റർമീഡിയറീസിനെ നമ്മൾ അബോളിഷ് ചെയ്തിട്ടില്ല. ഇനി 29th question. അണ്ടർ വിച്ച് റിട്ട് ദ കോർട്ട് ഓർഡർ എ ലോവർ കോർട്ട് ഓർ അനദർ അതോറിറ്റി ടു ട്രാൻസ്ഫർ എ മാറ്റർ പെൻഡിങ് ബിഫോർ ഇറ്റ് ടു ഹയർ അതോറിറ്റി ഓർ കോർട്ട്? അതായത് ഏത് റിട്ട് പ്രകാരമാണ് ഒരു ഹയർ അതോറിറ്റിയിലേക്കോ അല്ലെങ്കിൽ ഹയർ കോർട്ടിലേക്കോ ലോവർ കോർട്ടുള്ള മാറ്റർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്? ആൻസർ വരുന്നത് സെർഷ്യോറിയാണ്. ടോട്ടൽ 5 ടൈപ്പ് റിട്ടാണുള്ളത്. ഫസ്റ്റ് വരുന്നത് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് ദ ബോഡി. അതായത് ഒരാളെ അന്യായമായിട്ട് തടങ്കലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആളെ റിലീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഹേബിയസ് കോർപ്പസ് പ്രൊഡ്യൂസ് ചെയ്യുക. ദെൻ മാൻഡമസ് എന്ന് പറഞ്ഞാൽ വി കമാൻഡ്. ഇറ്റ് ഈസ് എൻ ഓർഡർ ടു പബ്ലിക് ഒഫീഷ്യൽ ഓർ ബോഡി ടു പെർഫോം ഡ്യൂട്ടി ദേ ആർ ലീഗലി റിക്വയർഡ് ടു ഡു. അതായത് ഒരു ഗവൺമെൻറ് ഓഫീഷ്യൽ പബ്ലിക് ഓഫീസിലേക്ക് കൊടുക്കുന്ന ഒരു ഓർഡറാണ് മാൻഡമസ് എന്ന് പറഞ്ഞാൽ. അവർ പെർഫോം ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി പറയുന്ന ഓർഡറാണ് മാൻഡമസ് എന്ന് പറഞ്ഞാൽ. ഇനി തേർഡ് റിട്ടാണ് പ്രോഹിബിഷൻ, മീൻസ് ടു ഫോർബിഡ്. അതായത് ഇപ്പോൾ ലോവർ കോർട്ട് അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ, അതിൻ്റെ അതിരി വിട്ടിട്ടുള്ള കാര്യങ്ങൾ തീരുമാനം എടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാൻ, സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്യുന്നതാണ് പ്രോഹിബിഷൻ. ദെൻ ഫോർത്താണ് സെർഷ്യോററി, ടു ബി സർട്ടിഫൈഡ് ആണ്. ദെൻ ഫിഫ്ത്ത് വരുന്നത് ക്വോ വാറണ്ടോ, മീൻസ് ബൈ വാട്ട് അതോറിറ്റി. അതായത് അനധികൃതമായിട്ട് ആരെങ്കിലും ഒരു പബ്ലിക് പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യുന്ന ഒരു റിട്ടാണ് ക്വോ വാറണ്ടോ. ഇനി 13th question നോക്കാം. ഹു വാസ് ദ ഫസ്റ്റ് രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്? ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ഫസ്റ്റ് രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ആരായിരുന്നു? ആൻസർ വരുന്നത് MWM യീറ്റ്സ് ആണ്. ഇനി നമ്മുടെ ഇന്ത്യൻ സെൻസസിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഹെൻറി വോൾട്ടർ ആണ്. അതുപോലെ ഫസ്റ്റ് സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള ഒരു സെൻസസ് നടക്കുന്നത് 1881 അതിൻ്റെ കമ്മീഷണർ ആയിരുന്നു WC പ്ലൗഡൻ. അതുപോലെ 2011 നടന്നിട്ടുള്ള നമ്മുടെ സെൻസസ് ഇൻഡിപെൻഡൻസിന് ശേഷം നടന്നിട്ടുള്ള 7th സെൻസസും 1872 മുതൽ നോക്കുകയാണെങ്കിൽ 15th സെൻസസും ആയിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറാണ് ശ്രീ മൃത്യുഞ്ജയ് കുമാർ നാരായണൻ. ആരാണ്? മൃത്യുഞ്ജയ് കുമാർ നാരായണനാണ് ഇപ്പോഴത്തെ നമ്മുടെ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ. ഇനി 31st question നോക്കാം. ഇൻ വിച്ച് ഇയർ ഡിഡ് സി രാജഗോപാലാചാരി വോയിസ് ദ ഡിമാൻഡ് ഫോർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ബേസ്ഡ് ഓൺ അഡൾട്ട് ഫ്രാഞ്ചൈസ്? ഏത് ഇയറിലാണ് സി രാജഗോപാലാചാരി അഡൾട്ട് ഫ്രാഞ്ചൈസ് ബേസിസിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണമെന്ന് പറയുന്നത്? ആൻസർ വരുന്നത് 1939 ഇനി രാജഗോപാലാചാര്യനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹമായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ ജനറൽ. അതുപോലെ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലെ ഫസ്റ്റ് ഹോം മിനിസ്റ്ററും ഇദ്ദേഹമായിരുന്നു. ഇദ്ദേഹമാണ് സ്വതന്ത്ര പാർട്ടി 1959 ഫോം ചെയ്യുന്നത്. അതുപോലെ 1954 ഭാരത് രത്ന അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്.
ഇനി ആർട്ടിക്കിൾ 326 ഇലക്ഷനെക്കുറിച്ചും അഡൾട്ട് ഫ്രാഞ്ചൈസിനെ കുറിച്ചും പറയുന്നത്. അതുപോലെ 61st അമെൻമെൻറ്റ് ആക്ട് 1989 നടന്നിട്ടുള്ള 61st അമെൻമെൻറ്റ് ആക്ടിലൂടെയാണ് വോട്ടിംഗ് ഏജ് 21 വയസ്സെന്ന് 18 വയസ്സിലേക്ക് കുറയ്ക്കുന്നത്. ഇനി 32nd ക്വസ്റ്റ്യൻ, ഹൂ അമംഗ് ദ ഫോളോയിങ് വാസ് ദി ആർക്കിടെക്ട് ഓഫ് ദ വിക്ടോറിയ മെമ്മോറിയൽ ഇൻ ഇന്ത്യ? വിക്ടോറിയ മെമ്മോറിയലിൻ്റെ ആർക്കിടെക്ചർ ആരായിരുന്നു? ആൻസർ വരുന്നത് വില്യം എമർസൺ ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 33, അക്കോർഡിംഗ് ടു ദി ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി സുൽവസൂത്ര വാസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ്? സുൽവസൂത്ര ഏതായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ആൻസർ വരുന്നത് ജിയോമെട്രിയാണ്. സുൽവസൂത്രയിലാണ് പൈതഗോറസ് തിയറും പൈതഗോറിയൻ ട്രിപ്ലറ്റിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. അതുപോലെ മെയിനായിട്ട് 4 പേരാണ് ഈ സുൽവസൂത്രയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന് ബൗധായന, ദെൻ മാനവ, ദെൻ അപസ്തംഭ ആൻഡ് കാത്യായന. ഇനി 34th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് നെയിംസ് ഓഫ് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ ഈസ് റിലേറ്റഡ് ടു ഇന്ത്യ? ഇന്ത്യയിലെ സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചറിൽ റിലേറ്റ് ആയിട്ടുള്ള നെയിം ഇതിലേതാണ്? ആൻസർ വരുന്നത് കോമൻ ആണ്. കോമൻ എന്ന് പറയുന്നത് ഒഡീഷയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആണ്. ഇതിനെ ബ്രിങ്ക എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി 35th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഇന്ത്യൻ നോബൽ പീസ് ലൊറേറ്റെ ക്രെഡിറ്റഡ് വിത്ത് ഇന്നോവേറ്റീവ് അപ്രോച്ച് ടു ചൈൽഡ് എംപവർമെന്റ് ത്രൂ ബാൽ മിത്രം ഗ്രാം ആൻഡ് ബാൽ പഞ്ചായത്ത് വാസ് മെയ്ഡ് ദി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അഡ്വക്കേറ്റ് ഫോർ 2021 to 2023? അതായത് ചൈൽഡ് എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് ബാൽ മിത്ര ഗ്രാമിൻ്റെയും ബാൽ പഞ്ചായത്തിൻ്റെയും വക്താവായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നൊബേൽ പീസ് പ്രൈസ് വിന്നർ ആരാണ്? ആൻസർ വരുന്നത് കൈലാഷ് സത്യാർത്ഥിയാണ്. അദ്ദേഹത്തിന് 2014 നൊബേൽ പീസ് പ്രൈസ് ലഭിക്കുന്നത്. അതുപോലെ 1995 റോബർട്ട് എഫ് കെന്നഡി ഹ്യൂമൻ റൈറ്റ് അവാർഡും കിട്ടിയിട്ടുണ്ട്. ഇനി 36th ക്വസ്റ്റ്യൻ, ദർ വർ കോൺസ്റ്റന്റ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ വിജയനഗര ആൻഡ് ഡാഷ് over the control of Raichur Dop, which was the land between the river Krishna and Tungabhadra. അതായത് കൃഷ്ണ റിവറിൻ്റെയും തുംഗഭദ്ര റിവറിൻ്റെയും ഇടയിലായിട്ടുള്ള റൈച്ചൂർ ദോബിന് വേണ്ടിയിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുള്ള 2 രാജ്യങ്ങൾ, ഒന്ന് വിജയനഗരയാണ്, മറ്റേത് ഏതാണ്? ആൻസർ വരുന്നത് ബാഹുമനി കിങ്ഡമാണ്. ബാഹുമനി കിങ്ഡം വിജയനഗരമാണ് റൈച്ചൂർ ദോബിന് വേണ്ടിയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇനി 37th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എ ജീൻ? ഒരു ജീനിലെ ഡിഫറെൻറ്റ് ഫോംസിന് ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടേം ഏതാണ്? ആൻസർ വരുന്നത് അലീലാണ്. ഇനി 38th ക്വസ്റ്റ്യൻ, എ യു വി ലൈറ്റ് ഈസ് പാസ്ഡ് ഫ്രം എ ഒപ്റ്റിക്കൽ ഫൈബർ ഇൻ ടു എയർ at an angle of 45 degree and the refractive index of the fiber is √2, the angle of refraction will be. അതായത് ഒരു യു വി ലൈറ്റ് ഒപ്റ്റിക്കൽ ഫൈബറിൽ നിന്ന് എയറിലേക്ക് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. സോ ഇത് സ്നെൽസ് ലോ യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇക്വേഷൻ വരുന്നത് n1 sin i = n2 sin r. നമുക്ക് r ആണ് കണ്ടുപിടിക്കേണ്ടത്. n1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫൈബർ തന്നിട്ടുണ്ട് √2. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ എപ്പോഴും വരുന്നത് 1 ആണ്. ദെൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? r കണ്ടുപിടിക്കണം. സോ ഈ വാല്യൂസ് നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് √2 × sin 45 = sin r എന്ന് വരും. sin 45ൻ്റെ വാല്യൂ 1/√2 ആണ്. ദെൻ sin r = 1 വരും. sin r 1 ആവണം എന്നുണ്ടെങ്കിൽ ആറിൻ്റെ വാല്യൂ എന്തായിരിക്കണം? 90 ആയിരിക്കണം. അങ്ങനെ നമുക്ക് r = 90 ഡിഗ്രി എന്ന് ആൻസർ കിട്ടും. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ = 90 ഡിഗ്രി. ഇനി 39th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് അതോറിറ്റീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ എത്തിക്സ് കമ്മിറ്റി ഇൻ രാജ്യസഭ? രാജ്യസഭയിലെ എത്തിക്സ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആരാണ്? ആൻസർ വരുന്നത് ചെയർമാൻ ഓഫ് രാജ്യസഭ. രാജ്യസഭ ചെയർമാൻ ആണ് എത്തിക്സ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന അതോറിറ്റി. നമ്മുടെ രാജ്യസഭയുടെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? വൈസ് പ്രസിഡന്റ് ആയിരിക്കും. ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻകർ ആണ്. ഇനി 14th ക്വസ്റ്റ്യൻ നോക്കാം. ദേന ബാങ്ക് വാസ് മെർജ്ഡ് വിത്ത് വിച്ച് പബ്ലിക് സെക്ടർ? ദേന ബാങ്ക് ഏത് പബ്ലിക് സെക്ടർ ആയിട്ടാണ് മെർജ് ചെയ്തിട്ടുള്ളത്? ആൻസർ വരുന്നത് ബാങ്ക് ഓഫ് ബറോഡയാണ്. ദേന ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1938 ഒരു പ്രൈവറ്റ് ബാങ്ക് ആയിട്ടാണ്. ദെൻ 1969 ഗവൺമെൻറ് ദേന ബാങ്ക് എന്ത് ചെയ്തു? നാഷണലൈസ് ബാങ്ക് ആക്കി. ദെൻ 2019 April 1 ദേന ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ആയിട്ട് മെർജ് ചെയ്യാനുണ്ടായത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 41, ഹൂ ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദ സിസ്റ്റമാറ്റൈസിങ് ദ ഹിന്ദുസ്ഥാനി രാഗ അണ്ടർ താട്ട് സിസ്റ്റം? ഹിന്ദുസ്ഥാനി രാഗാസ് താട്ട് സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ സിസ്റ്റമൈസ് ചെയ്തത് ആരാണ്? ആൻസർ വരുന്നത് പണ്ഡിറ്റ് വിഷ്ണു നാരായൺ ബത്കാന്തെയാണ്. ഇനി 42nd ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ വിത്ത് റെസ്പെക്ട് ടു ക്രോപ്പിംഗ് സീസൺസ് ഓഫ് ഇന്ത്യ? ക്രോപ്പിംഗ് സീസൺസ് പ്രകാരം താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ കറക്റ്റായിട്ടുള്ളത് ഏതാണ്? ആൻസർ വരുന്നത് 3rd ഓപ്ഷനാണ്. സെയ്ദ് ഇസ് എ ഷോർട്ട് സമ്മർ ക്രോപ്പിംഗ് സീസൺ ഫോർ കൾട്ടിവേഷൻ, വാട്ടർമെലൻസ്, കുക്കുംബർ, വെജിറ്റബിൾ ആൻഡ് ഫുഡ് ക്രോപ്സ് ഓൺ ഇറിഗേറ്റഡ് ലാൻഡ്സ്. ഇതാണ് ഷോർട്ടായിട്ടുള്ള സമ്മർ ക്രോപ്പിംഗ് സീസൺ വരുന്നത്. 3rd സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്? കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്.
ഇനി 43rd ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർഗ്യുമെൻറ്റ് ഈസ് നോട്ട് ഇൻ ദ ഫേവർ ഓഫ് ഗ്ലോബലൈസേഷൻ? ഗ്ലോബലൈസേഷനിൽ കറക്റ്റായിട്ടില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആഗോളവൽക്കരണം. ഇതിൽ ആൻസർ വരുന്നത് ഇറ്റ് കോംപ്രമൈസസ് ദ വെൽഫെയർ ഓഫ് പീപ്പിൾ ഓഫ് ദ ഡെവലപ്പിംഗ് കൺട്രീസ്. ഡെവലപ്പിംഗ് കൺട്രീസിലെ ആളുകളുടെ വെൽഫെയർ കോംപ്രമൈസ് ചെയ്യാനൊന്നും ഇതിൽ പറയുന്നില്ല. ഇനി 44th ക്വസ്റ്റ്യൻ, ഇൻ ദ താർ ഡെസേർട്ട് ദ ഡേ ടെമ്പറേച്ചർ ക്യാൻ സോർ അപ് ടു 50 degrees Celsius ആൻഡ് വൈൽ അറ്റ് ദ നൈറ്റ് ഇറ്റ് ക്യാൻ ഡ്രോപ്പ് അപ് ടു low as 50 degrees Celsius. Based on the statement, which of the following type of temperature variation is observed in the Thar desert? അതായത് താർ ഡെസേർട്ടിൽ രാവിലെ 50 ഡിഗ്രി സെൽഷ്യസും രാത്രിയാവുന്ന സമയത്ത് 15 ഡിഗ്രി സെൽഷ്യസിലേക്കും കുറയുന്നു. ഇത് ഏത് ടൈപ്പ് വേരിയേഷൻ ആണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് എക്സ്ട്രീം വേരിയേഷൻ ബിറ്റ്വീൻ ഡേ ആൻഡ് നൈറ്റ് ആണല്ലേ. അതായത് 15 ഡിഗ്രിയിൽ നിന്ന് 50ലേക്കാണ് മാറുന്നത്. അത് എക്സ്ട്രീം വേരിയേഷൻ ആണ്. ഇനി 45th ക്വസ്റ്റ്യൻ, ഇന്ത്യസ് ലക്ഷ്യ സെൻ ലോസ്റ്റ് ഹിസ് മെൻസ് സിംഗിൾ ബ്രോൺസ് മെഡൽ മാച്ച് അറ്റ് പാരീസ് 2024 ഒളിമ്പിക്സ് ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് അഗെയിൻസ്റ്റ് എ പ്ലെയർ ഓഫ് വിച്ച് കൺട്രി? അതായത് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ബാഡ്മിൻ്റൺ പ്ലെയർ ആയിട്ടുള്ള ലക്ഷ്യ സെൻ ഏത് കൺട്രിക്കെതിരായിട്ടാണ് തോറ്റത്? ആൻസർ വരുന്നത് മലേഷ്യയാണ്. ഇനി 46th ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ഇഫ് pH is equal to pKa ഇൻ ദ ഹെൻഡർസൺ-ഹെസൽബെൽഗ് ഇക്വേഷൻ. അതായത് ഹെൻഡർസൺ-ഹെസൽബെൽഗ് ഇക്വേഷൻ പ്രകാരം pH equal to pKa ആയാൽ ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആവുന്നത്? ആൻസർ വരുന്നത് 4th ഓപ്ഷനാണ്, HA equal to A-. അതായത് ഹെൻഡർസൺ-ഹെസൽബെൽഗ് ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ pH equal to pKa plus log A- divided by HA ആണ്. ഇങ്ങനെ വരുമ്പം ക്വസ്റ്റ്യനിൽ തന്ന പോലെ pH equal to pKa ആവണമെന്നുണ്ടെങ്കിൽ ലോഗ് പാർട്ട് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ലോഗ് പാർട്ട് 0 ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ലോഗ് 1 ആണ് എന്ത്? 0. അപ്പോൾ 1 വരണമെന്നുണ്ടെങ്കിൽ A- HAയും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതായത് ഇപ്പോൾ 4/4 = 1 അല്ലേ, അതുപോലെ A- HAയും ഈക്വൽ ആണെങ്കിൽ ലോഗ് എന്ത് വരും? ലോഗ് 1 വരും. അപ്പോൾ ലോഗ് പാർട്ട് 0 ആവും. ഇനി 47th ക്വസ്റ്റ്യൻ, ഹൂ റോട്ട് ദ ബുക്ക് റീഎൻചാൻമെൻറ്റ് മാസ്റ്റർ വർക്ക്സ് ഓഫ് സ്കൾപ്ചർ ഇൻ വില്ലേജ് ടെമ്പിൾസ് ഓഫ് ബീഹാർ ആൻഡ് ഒറീസ? അതായത് റീഎൻചാൻമെൻറ്റ് എന്ന് പറയുന്ന ബുക്കിൻ്റെ ഓഥർ ആരാണ്? ആൻസർ വരുന്നത് റോബർട്ട് N. ലിൻഡ്രോത്തയാണ്. ഇനി 48th ക്വസ്റ്റ്യൻ, ദ നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ഓഫ് ഇന്ത്യ ഹാസ് ക്ലാസിഫൈഡ് സോഷ്യൽ ഫോറസ്ട്രി ഇൻ ടു 3 കാറ്റഗറീസ്. അതായത് നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ സോഷ്യൽ ഫോറസ്ട്രീനെ 3 കാറ്റഗറീസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഫസ്റ്റ് ഓപ്ഷനാണ്, അർബൻ ഫോറസ്ട്രി, റൂറൽ ഫോറസ്ട്രി ആൻഡ് ഫാം ഫോറസ്ട്രി. ഫാം ഫോറസ്ട്രിയിൽ വരുന്നത് ഫാമേഴ്സ് പ്ലാന്റ് ചെയ്യുന്ന ട്രീസ് ആണ്. അതുപോലെ അർബൻ ഫോറസ്ട്രിയിൽ വരുന്നത് സിറ്റിയിലൊക്കെയുള്ള എൻവയോൺമെൻറ്റൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന ട്രീസിനെ മാനേജ് ചെയ്യുന്നതാണ്. ദെൻ റൂറൽ ഫോറസ്ട്രിയിൽ റൂറൽ ഏരിയാസിലുള്ള ആളുകൾ അവരുടെ ലോക്കൽ നീഡ്സിന് വേണ്ടിയിട്ടുണ്ടാക്കുന്ന ട്രീസാണ് റൂറൽ ഫോറസ്ട്രിയിൽ വരുന്നത്. ഇനി 49th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോൺവേർജൻറ്റ് പ്ലേറ്റ് ബൗണ്ടറി? അതായത് കൺവേർജൻറ്റ് പ്ലേറ്റ് ബൗണ്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണ്? ആൻസർ വരുന്നത് പ്ലേറ്റ്സ് കം ടുവാർഡ്സ് ഈച്ച് അതർ ആണ്. അതായത് നമ്മുടെ എർത്തിൻ്റെ അടിയിലുള്ള ടെക്ടോണിക് പ്ലേറ്റ്സിൻ്റെ മൂവ്മെൻറ്റിൽ വരുന്നതാണ് ഈ കൺവേർജൻറ്റ് പ്ലേറ്റ് ബൗണ്ടറി. അതായത് 2 പ്ലേറ്റ് അടുത്തേക്ക് വരികയാണെങ്കിൽ ഈച്ച് അതറായിട്ട് വരികയാണെങ്കിൽ അതാണ് കൺവേർജൻറ്റ് പ്ലേറ്റ് ബൗണ്ടറി. ദെൻ 2 പ്ലേറ്റ്സ് അകന്ന് പോവുകയാണെങ്കിൽ അത് ഡൈവേർജൻറ്റ് പ്ലേറ്റ് ബൗണ്ടറി. ഇനി അത് രണ്ടും സ്ലൈഡ് ചെയ്ത് ഹൊറിസോണ്ടലി സ്ലൈഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണെങ്കിൽ അത് ട്രാൻസ്ഫോം പ്ലേറ്റ് ബൗണ്ടറിയാണ്. ഇവിടെ ഞാൻ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 3 പ്ലേറ്റ് ബൗണ്ടറീസാണ് ഉള്ളത്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, 15th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ സെൽ മെംബ്രെയിൻ? ഒരു സെൽ മെംബ്രെയിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? ആൻസർ വരുന്നത് റെഗുലേറ്റിംഗ് ദ പാസേജ് ഓഫ് സബ്സ്റ്റൻസസ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ സെൽ. അതായത് ഒരു സെല്ലിൻ്റെ ഉള്ളിലേക്കും പുറത്തേക്കും പോകുന്ന സബ്സ്റ്റൻസസിൻ്റെ പാസേജ് റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? സെൽ മെംബ്രെയിൻ ആണ്. അങ്ങനെ നമ്മൾ ഈ ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുള്ള 50 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഷിഫ്റ്റ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. സോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു.